അൽ ഷൈബി എന്ന കുടുംബപ്പേര് കേൾക്കാത്ത ഇസ്ലാം മതവിശ്വാസികൾ കുറവായിരിക്കും. മക്കയിലെ കഅബയുടെ സംരക്ഷകരാണ് പരമ്പരാഗതമായി ഈ കുടുംബം. ആ കുടുംബത്തിലെ മുതിർന്ന കാരണവർ വിട വാങ്ങിയിരിക്കുന്നു. ഇനി ആരാകും ആ സ്ഥാനത്തേക്ക് വരിക? മക്കയിലെ സുപ്രസിദ്ധമായ കുടുംബമാണ് അൽ ഷൈബി. ഇസ്ലാമിക ലോകത്ത് ആ കുടുംബത്തിൻ്റെ പേര് കേൾക്കാത്തവർ അപൂർവമായിരിക്കും. കഅബയുടെ സംരക്ഷണ ചുമതലയുള്ളവരാണ് ഈ കുടുംബം. അവരാണ് കഅബയുടെ താക്കോൽ സൂക്ഷിക്കുന്നത്. അതിൻ്റെ ചുമതലയുണ്ടായിരുന്ന ഡോക്ടർ സ്വാലിഹ് ബിൻ സൈനുൽ ആബിദീൻ അൽ ഷൈബിയാണ് ഇന്നലെ വിട വാങ്ങിയത്. 16 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചരിത്രമാണ്. റസൂലിൻ്റെ 4ാമത്തെ പിതാമഹനായിരുന്നു ഖുസൈ ബിൻ കിലാബ്. അതായത് നബിയുടെ പിതാവിൻ്റെ 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 പിതാവ്. അവരുടെ കൈവശമാണ് കഅബയുടെ സംരക്ഷണ ചുമതലയുണ്ടായിരുന്നത്. പ്രവാചകൻ മദീനയിൽ നിന്നും മടങ്ങിയെത്തി മക്ക കീഴടക്കിയ സാഹചര്യം. കഅബയുടെ ഉള്ളിൽ കയറാനും കഅബ കഴുകാനുമായി പ്രവാചകൻ താക്കോൽ അന്വേഷിച്ചു. താക്കോൽ കൂട്ടമുണ്ടായിരുന്നത് ഉസ്മാൻ ബിൻ ത്വൽഹയുടെ കൈവശമായിരുന്നു. പ്രവാചകൻ അലി ഇബ്നു അബി ത്വാലിബിനെയാണ് താക്കോൽ വാങ്ങിക്കൊണ്ടുവരുവാൻ ത്വൽഹയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചത്. എന്നാൽ ചോദിച്ചെങ്കിലും അത് വിട്ടുകൊടുക്കാൻ ഇസ്ലാം മതവിശ്വാസിയല്ലാതിരുന്ന ത്വൽഹ തയ്യാറായില്ല. ഇതോടെ പിടിച്ചു വാങ്ങിയെന്നാണ് ചരിത്രം. പ്രവാചകൻ കഅബക്കകത്തു കയറിയതോടെ ദൈവത്തിൻ്റെ സന്ദേശം ലഭിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ത്വൽഹ കുടുംബത്തിന് താക്കോൽ കൂട്ടം ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് തിരിച്ചു നൽകി. പിന്നാലെ ത്വൽഹ പ്രവാചകന്റെ അനുചരനായി. പ്രവാചകൻ കഅബ കഴുകിയതാണ് ഇന്നും ഓരോ വർഷവും തുടർന്നു പോരുന്നത്. 16 നൂറ്റാണ്ടുകളായി കഅബയുടെ താക്കോൽ കൈവശം വച്ചതിൻ്റെ ബഹുമതി കഅബയുടെ സംരക്ഷകരായ ബനി ഷൈബക്ക് തന്നെയാണ്. 35 സെന്റിമീറ്റർ നീളത്തിൽ ഇരുമ്പ് കൊണ്ടാണിത് നിർമ്മിച്ചത്. ഇതാണ് കഅബയുടെ താക്കോൽ. പ്രവാചക കാലത്തിൽ നിന്നും വലിയ മാറ്റമൊന്നും ഇന്നും അതിനില്ല. കഅബയുടെ വാതിൽ തുറക്കുന്നത് മക്കയിലെ ബനി ഷൈബ ഗോത്രത്തിലെ മുതിർന്ന അംഗമാണ്. സാദിൻ എന്നാണ് താക്കോൽ സൂക്ഷിപ്പുകാരന് പേര്. ആ ചുമതലയായിരുന്നു ഇതുവരെ 80കാരനായ ഇന്നലെ അന്തരിച്ച ഡോക്ടർ സാലിഹ് അൽ ഷൈബിക്ക് ഉണ്ടായിരുന്നത്. മക്ക കീഴടക്കിയതിനു ശേഷം കഅബയുടെ സംരക്ഷണ ചുമതലയുണ്ടായിരുന്ന 77ാമത്തെ സംരക്ഷകനായിരുന്നു അദ്ദേഹം. അല്ലെങ്കിൽ പ്രവാചകന്റെ 4ാമത്തെ പിതാമഹൻ മുതൽ 109ാമത്തെ സംരക്ഷകൻ. ആ സ്ഥാനത്തേക്ക് ഇനി കുടുംബത്തിലെ മുതിർന്ന അംഗത്തെ അൽ ഷൈബിക്കാർ നിശ്ചയിക്കും. 1947 മക്കയിലാണ് ഷെയ്ഖ് അൽ ഷൈബി ജനിച്ചത്. ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇസ്ലാമിക പഠനത്തിൽ ഡോക്ടറേറ്റ്. വർഷങ്ങളോളം യൂണിവേഴ്സിറ്റി പ്രൊഫസർ. 1980 ഹറമിലെ ഏറ്റവും ഉയർന്ന മതപണ്ഡിതരുടെ ശ്രേണിയിലെത്തി. നിരവധി ചരിത്ര പുസ്തകങ്ങൾ രചിച്ചു. 2013 മുതൽ അദ്ദേഹം ഇതുവരെ 100 തവണയോളം കഅബ തുറന്നു നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഖബറടക്കം പ്രവാചക കുടുംബവും അനുചരന്മാരും അന്ത്യവിശ്രമം കൊള്ളുന്ന മക്കയിലെ ജന്നത്തുൽ മുഅല്ലയിൽ പൂർത്തിയായി. ഒരു അക്രമി മാത്രമേ അൽ ഷൈബി കുടുംബത്തിൽ നിന്ന് കഅബയുടെ സംരക്ഷണം ഏറ്റെടുക്കുകയുള്ളൂ എന്ന് പ്രവാചകൻ പറഞ്ഞിരുന്നു. ഇതിനാൽ അവരല്ലാത്ത ഒരാളും ഇന്നോളം കഅബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരായിട്ടില്ല. ലോകാവസാനം വരെ ഷൈബി കുടുംബം കഅബയുടെ സംരക്ഷകരായി തുടരുമെന്നാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്. ഓരോ വർഷവും മുഹറം 15നാണിപ്പോൾ കഅബ കഴുകാറുള്ളത്. ഇത്തവണയും അതിനായി കഅബയുടെ വാതിൽ തുറക്കേണ്ടിയിരുന്നത് മരണപ്പെട്ട ഡോക്ടർ സാലിഹ് ബിൻ സൈനുൽ ആബിദീൻ അൽ ഷൈബി ആയിരുന്നു. പക്ഷേ അവസാനിച്ച ഹജ്ജിനൊപ്പം അദ്ദേഹവും മക്കയിലെ ജന്നത്തുൽ മുഅല്ലയിലെ മണ്ണിൽ ചേർന്നു. ആ കുടുംബത്തിലെ മുതിർന്ന കാരണവർ ഇനി ആ ചുമതലയിലേക്ക് ഉയർന്നു വരും.